ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞങ്ങൾ കുഞ്ഞ് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയേക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്നത് പകലൊക്കെ കുറവാണ്, കാരണം അതുപോലെ ചൂടാണ്. ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഒരു 54, 50, 51 ആ ലെവലിൽ നിൽക്കുകയാണ് ചൂട് ഇവിടുത്തെ. അത്രയ്ക്ക് ചൂടായതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് പകലിറങ്ങൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇറങ്ങൽ കുറവാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രഞ്ജിത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ എനിക്കൊരു പാത്രം മേടിക്കണം. എൻ്റെ പാത്രം കറി വെക്കുന്ന പോയി, അപ്പം നല്ലൊരു പാത്രം മേടിക്കണം. അപ്പോൾ രഞ്ജിത്ത് ആവശ്യത്തിനൊക്കെ വേണ്ടി പോയപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടിയെ ചെറിയൊരു സ്നാക്സ് ടൈമൊക്കെ ആക്കി കുറച്ച് ചക്ക വറുത്തതൊക്കെ കഴിച്ച് പിള്ളേരിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 11:30 ആ ലെവലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം മാളിലെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ക്ലേയും പെൻസിലും പെന്നും കളർ ചെയ്യാൻ വേണ്ടി ബുക്സും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ സെക്ഷനിലോട്ട് പോയി. അങ്ങനെ ജസ്ലിൻ ഓരോന്നെടുത്ത് എന്നെ കാണിക്കുകയാണ്, ഇത് നല്ലതാണ്, ഇതെടുക്കാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഓരോന്നൊക്കെ അവിടെ നിന്ന് എടുത്തു. ജുവലിന് ആവശ്യത്തിനുള്ള കുറച്ച് ടോയ്സൊക്കെ പറക്കി രഞ്ജിത്തും ജുവലും കൂടെ അവിടെ ഒരുമിച്ച് നടക്കുന്നുണ്ട്. ജസ്റ്റിന് എൻ്റെ കൂടെ വന്നു, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ജുവൽ ഇതാ നിൽക്കുന്നു. ജുവലിൻ്റെ പർച്ചേസിങ് ആണ് കേട്ടോ. ജുവൽ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ലുലുവിലെത്തി കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ആപ്പിളും മുന്തിരിയും സബർജിലും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു. പിന്നെ പഴമൊക്കെ ഏത്തപ്പഴവും കുറച്ച് ഫിലിപ്പിനി പഴവും അങ്ങനത്തെ കുറേ പഴത്തിനൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നമ്മളാവശ്യത്തിനുള്ള കുറച്ചെടുത്തു. പിന്നെ ഒരു കുഴലപ്പൊക്കെ എടുത്തു. അങ്ങനെ വീട്ടിലെത്തി ഫ്രൂട്ട്സൊക്കെ എല്ലാം അടുക്കിയൊക്കെ വെച്ചു. പാത്രവും നല്ല പാത്രം കേട്ടോ, ക്വാളിറ്റിയുള്ള പാത്രം, ഡയമണ്ട് ലെയറിൻ്റെയൊക്കെ പ്രസ്റ്റീജിൻ്റെ പാത്രമാണ്. അപ്പോൾ ഈ അടപ്പേ തന്നെ ഇങ്ങനെ ഒരു ബട്ടനൊക്കെ ഉണ്ട്, വായു പുറത്തേക്ക് പോകുമ്പോൾ വെള്ളം ഉള്ളി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള നല്ലൊരു പാത്രം കേട്ടോ. പാത്രം കിട്ടി, അതാണ് എനിക്ക് സംബന്ധമായിരുന്നു. ഞാൻ പാത്രം എടുക്കാൻ വേണ്ടി മാത്രം പോയതാണ്. പിന്നെ ഇപ്പോൾ സമയം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഇട്ട് അച്ചപ്പവും എല്ലാം കഴിക്കണം, അതാണ് ഇനി അടുത്ത പരിപാടി. അച്ചപ്പവും ലുലുവിലെ അച്ചപ്പവും കുഴലപ്പമൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ കയ്യെ കാണുന്ന വരയൊക്കെ ഞാൻ കുറച്ച് ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എൻ്റെ പാടാട്ടോ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.